നമസ്കാരം. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയതിന് യഥാർത്ഥ കാരണക്കാർ ആര് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. BJPയിൽ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് ഇന്ന് പുറത്തു പോയതിൻ്റെ ഒന്നാം കാരണക്കാരൻ പാലക്കാട് ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C. കൃഷ്ണകുമാർ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി പാലക്കാട് മുനിസിപ്പൽ ഇലക്ഷൻ മുതൽ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ഇങ്ങേയറ്റം ലോകസഭാ ഇലക്ഷൻ വരെ C. കൃഷ്ണകുമാർ എന്ന ഒരു പേര് മാത്രമേ പാലക്കാട് നിന്ന് ഉള്ളോ എന്ന് ഒരു സംശയം ഏതൊരു സാധാരണ BJP പ്രവർത്തകനോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനോ ഉണ്ടായെന്ന് വരാം. ഏതായാലും C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിനോട് സന്ദീപ് വാര്യർ BJPയുടെ നേതൃത്വത്തോട് വളരെയധികം എതിർത്തിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. അതായത് സന്ദീപ് വാര്യർ അപ്പോഴും പറഞ്ഞിരുന്ന രണ്ട് പേരുകൾ, ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെയും മറ്റൊന്ന് BJPയുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെതും ആയിരുന്നു. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പലിൽ ഇപ്പോൾ C. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി പാലക്കാട് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുമ്പ് കേരളത്തിൽ നടന്ന BJPയുടെ സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നുള്ള യോഗങ്ങളിൽ ഒക്കെ തന്നെയും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെയും ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെയും പേരായിരുന്നു. അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് C. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വരുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നിരുന്ന സന്ദീപ് വാര്യരെയാണ്. സന്ദീപ് വാര്യരോട് ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടം പാലക്കാട്ടിലെ BJP കൗൺസിലർമാരുടെ മുമ്പേ വെച്ച് അദ്ദേഹം കൂടി പങ്കെടുക്കേണ്ട ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നതും അദ്ദേഹത്തിനെ അവഹേളിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്നതും. എന്നിട്ട് കൃഷ്ണകുമാർ ഇന്നലെ സന്ദീപ് വാര്യർ BJPയിലേക്ക് പോയി കഴിഞ്ഞ അവസരത്തിൽ പറയുകയുണ്ടായി, സന്ദീപ് വാര്യർ സ്ഥാനമോഹം കൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്, അദ്ദേഹത്തിന് തന്നെ തൂക്കി വിറ്റിരിക്കുന്നു എന്ന് ഒക്കെ. എന്നാൽ ശരിക്കും സന്ദീപ് വാര്യരെക്കാളും സ്ഥാനമോഹിയായി ഇരിക്കുന്നത് ഈ കൃഷ്ണകുമാർ തന്നെ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ കരിയർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ശോഭാ സുരേന്ദ്രനും വേണ്ടി സീറ്റിന് വാദിച്ച സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് പുറത്താക്കുന്നതിനൊരു വലിയ പങ്ക് വഹിച്ച മറ്റൊരു വ്യക്തി രഘുനാഥ് ആണ്. ഈ രഘുനാഥ് എന്ന് പറയുന്ന വ്യക്തി സുരേന്ദ്രൻ്റെ ABVP കാലം മുതൽ സുരേന്ദ്രനോടൊപ്പം നിന്ന വ്യക്തിയാണ്. ഈ കൃഷ്ണകുമാറിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ രഘുനാഥ് കൂടി ആണ് ഇത്തരത്തിൽ സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് തള്ളിവിട്ടതിൻ്റെ മറ്റൊരു കാരണക്കാരൻ എന്നുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. രഘുനാഥിൻ്റെ പേര് ഈ സന്ദീപ് വാര്യർ തന്നെയാണ് പല അവസരങ്ങളിലും കോൺഗ്രസിലേക്ക് ചേരുന്നതിന് മുമ്പ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഒരു സന്ദീപ് വാര്യർ മാത്രമല്ല, സുരേന്ദ്രൻ എന്ന വ്യക്തി പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞ് അസ്വസ്ഥരായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അസ്വസ്ഥർ എന്നുള്ളത് വ്യക്തമാണ്. അത് നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്നലെ സന്ദീപ് വാര്യർ പുറത്തു പോയപ്പോൾ സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഉള്ളവർ ലീഡറായി കണ്ട് അവരുടേതായ ഒരു ഗ്രൂപ്പായി നിന്നിരുന്ന കൃഷ്ണദാസ് വരെ അദ്ദേഹത്തിനെ ഇന്നലെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൃഷ്ണദാസ്, CKP പത്മനാഭൻ തുടങ്ങി നിരവധി നേതാക്കൾ ഈ സുരേന്ദ്രൻ യുഗവും മുരളീധരൻ യുഗവും BJPയിൽ ആരംഭിച്ച ഈ കാലഘട്ടങ്ങളിൽ ഒക്കെ തന്നെയും പാർട്ടിക്കകത്ത് അവരുടെ വിഷമം, വേദന ഒക്കെ കടിച്ചമർത്തി തന്നെ നിന്നിട്ടുള്ളതാണ്. ഏതൊക്കെ തവണ ശോഭാ സുരേന്ദ്രന് സീറ്റ് പാർട്ടി നേതൃത്വം ലംഘിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ കേന്ദ്രം ഇടപെട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോഴൊക്കെ തന്നെയും ഈ കഴിഞ്ഞ കേരള നിയമസഭയിലും ലോകസഭയിലും ഒക്കെ പാർട്ടി ഫണ്ട് പോലും ഈ പറയുന്ന സുരേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ ശോഭാ സുരേന്ദ്രന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ, CKP പത്മനാഭൻ, കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഒക്കെ തന്നെ സുരേന്ദ്രൻ, മുരളീധരൻ
പക്ഷത്തിൻ്റെ അടിച്ചമർത്തൽ ഭരണത്തിന് കീഴിൽ എന്തുകൊണ്ടും അസംതൃപ്തരായിരുന്നു, ഇപ്പോഴും അസംതൃപ്തരാണ്. അതിൽ ഒരാൾ മാത്രമാണ്, ഈ സന്ദീപ് വാര്യർ മാത്രമാണ് ഇപ്പോൾ അവിടം വിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു സന്ദീപ് വാര്യറിലെ കൊഴിഞ്ഞുപോക്കിൽ ഒരിക്കലും തീരുന്നില്ല BJPയിലെ ആഭ്യന്തര കലഹം. ഈ പാലക്കാട് ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ ആ ചിത്രം പൂർണ്ണമായും വ്യക്തമാവും. ഏതായാലും ലോകസഭയിൽ ഒരു സുരേഷ് ഗോപി ജയിച്ചു, അവർക്കൊരു MP കിട്ടിയെങ്കിലും കേരളത്തിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന എല്ലാവരും അറിയുന്ന ഒരു സിനിമാ താരം, അത്തരത്തിലൊരു ഫിഗർ അല്ലാതെ രാജഗോപാലിനെ കൂടെ അല്ല, രാജഗോപാലിനെ ഒരു തവണ അവർ MLA ആക്കിയിരുന്നു, അല്ലാതെ മറ്റൊരു വ്യക്തിത്വത്തെ ഈ കേരളത്തിൽ നിന്ന് BJP എന്ന സംഘടനയിൽ നിന്ന് ഒരു നേതാവിനെ പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ പോയിരിക്കുന്നു, ഇനി ആരെല്ലാം പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നന്ദി, നമസ്കാരം.